Hi friends, S in Creations by Tahi എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്ലീവ് ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. കുറേ ദിവസമായിട്ട് നമ്മൾ സ്ലീവ് ഡിസൈൻ കാണിച്ചിട്ട്. അപ്പോൾ ഈ സ്ലീവ് ഡിസൈനിൽ നമ്മൾ ഈ സൽവാറിൽ കൊടുത്തിട്ടുള്ള നെക്ക് ഡിസൈൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ സ്ലീവ് ഡിസൈൻ്റെ പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. കട്ട് ബീഡ്സ് മാത്രമാണ് നമ്മൾ ഈ ലീഫ് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ബോർഡർ ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. താഴത്തും മേളിലും ലീഫ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ ഈ വർക്ക് എടുത്തേക്കുന്നത്. 4 5 എടുത്താൽ മതി കേട്ടോ. ഒത്തിരി ആയാലും ബോറായി പോവും. അപ്പം നമ്മൾ ബോർഡറായിട്ട് ഒരു 4 ഇഞ്ചിൽ ഈ വർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് മാത്രമാണേ. അല്ല നിങ്ങൾക്ക് ഗോൾഡനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ മെറ്റീരിയൽ ഏതാണോ എടുക്കുന്നത് ആ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ മെറ്റീരിയലിലും ഡ്രോ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വിഡ്ത്തിനാണ് ഞാനിവിടെ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. താഴത്ത് മേളും ലീഫ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. സെന്ററിലൊരു ലൈൻ പോയിരിക്കുന്നില്ലേ, അവിടെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുക. ലീഫ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് 3 കട്ട് ബീഡ് വീതം ചെയ്ത് പോരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് വരുന്നത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ലൈനിൽ ഞാനിതുപോലെ ഓരോ കട്ട് ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്താൽ പോരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഒരു ലൈന് നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേളിലും താഴത്തും 3 കട്ട് ബീഡ് വീതം നമുക്ക് ലീഫ് ചെയ്ത് പോരേണ്ടതേ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ലീഫ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ഈ സെൻറ്റർ പോർഷനിൽ കുറച്ച് ഡോട്ട് കൊടുത്തേക്കുന്നില്ലേ, അവിടെ നമുക്ക് കട്ട് ബീഡ് വെച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാവേ. ഇതുപോലെ തന്നെയാണ് ലീഫ് കേട്ടോ നമുക്ക് താഴത്തെ ബോർഡറിലും ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെയാണ് താഴത്തെ ലൈനിലും ഈ ഒരു ബോർഡറായിട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ഫുള്ളും സ്പ്രെഡിങ്ങും കൊടുക്കുക. നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സ്ലീവ് ഡിസൈനാണ് കേട്ടോ. 2 ബോർഡറിലായിട്ട് നമ്മളിതുപോലെ ലീഫ് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ പോർഷനിൽ നമ്മൾ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാം കേട്ടോ. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.